ഹലോ ബഡീസ്. ഇന്ന് നമ്മളെ എല്ലാവരും സമ്പന്നരാണ്. നമ്മളെല്ലാവരും സമ്പന്നരാവാനുള്ള മെയിൻ റീസൺ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. സുഹൃത്തുപരമായിട്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് നമുക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മൾ സുഹൃത്തുക്കളുടെ കാര്യം കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആസ് പെർ ഹിസ്റ്ററി ഓർ മിത്തോളജി എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഏതൊരു രീതിയിൽ എടുത്താലും ഒരു അൺബ്രേക്കബിൾ ആൻഡ് അൺബിലീവബിൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആസ് പെർ മഹാഭാരതം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ട്രൂലി അത് അറിഞ്ഞതിന് ശേഷം ഇത്ര ഈ ഒരു രീതിയിൽ വരെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുന്നവരെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് എക്സാക്ട്ലി നമ്മുടെ ദുര്യോധനനും അതുപോലെ തന്നെ കർണനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയാനായിരുന്നു. നമ്മൾ നോക്കുന്ന മഹാഭാരതം എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ദുര്യോധനനെ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നെഗറ്റീവ് ഷെയ്ഡ് ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും പോർട്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. എങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് സൈഡ് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടേ മഹാഭാരതം കുറച്ച് കുറച്ച് സീരീസിലായിക്കോട്ടെ അതുപോലെ വീഡിയോസിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദുര്യോധന ഒരിക്കലും പുള്ളി ഒരു നെഗറ്റീവ് ഇമേജ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പുള്ളി ചെയ്തിട്ടുണ്ടില്ല ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി ചില കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിരിക്കുന്നത് ആരും തന്നെ ചെയ്തിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ആവുന്നത് തന്നെ എന്ന് പറയുന്നത് ആസ് പെർ മഹാഭാരതം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ സ്റ്റാർട്ട് ആവുന്നത് തന്നെ ഒരു കോമ്പറ്റീഷൻ എന്നാണ്. ഒരു അമ്പ ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ. അപ്പോൾ ഒരു ഗുരു വന്നിട്ട് ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ പാണ്ഡവർ അടിപൊളി പെർഫോം ചെയ്യാണ്. അപ്പോൾ കൗരവര് വന്നിട്ട് അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർജുനന് വൻ ഹൈപ്പ്. പുള്ളിനെ തോൽപ്പിക്കാൻ ആരുമില്ല. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ മെന്റാലിറ്റിയിലൊക്കെ അർജുനനെ ഭയങ്കര ഹൈപ്പ് ചെയ്യുന്ന സമയത്ത് അർജുനനെക്കാളും അതല്ലെങ്കിൽ അർജുന്റെ ഒപ്പം എന്നും പറയാം അടിപൊളിയായിട്ട് ഒരാൾ അമ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം സൂപ്പറായി ചെയ്യുന്നു ആ ഒരു വേദിയിൽ. അപ്പോ ഈ ഇവരുടെ ഗുരു പറയുന്നത് പുള്ളിക്കാരൻ പറഞ്ഞു നിനക്ക് ഇതുപോലെ ദ്രോണാചാര്യൻ തന്നെയാണ് പുള്ളിക്കാരൻ, നിനക്ക് ഇതുപോലെ മത്സരിക്കാൻ പറ്റത്തില്ല, നിനക്ക് ഇതിന് മത്സരിക്കാൻ പറ്റില്ല, നീ വേറെ ജാതിയിൽപ്പെട്ട ഒരാളാണ്, അതിന് നീ ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന ജാതിയിൽ ഇന്നത് വേണം, ആ ഒരു റൂള് പറയാണ്. അപ്പോ ദുര്യോധനൻ ഭയങ്കര ഡിസ്റ്റർബ് ആണ് ഇങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത്. അതായത് എന്താ ഒരുത്തിന് നല്ല ടാലന്റ് ഉണ്ട്, സൂപ്പർ പൊട്ടൻഷ്യലും ഉണ്ട്, നല്ല ടാലന്റും ഉണ്ട്. പക്ഷെ അവനെ വന്നിട്ട് അവൻ താഴ്ന്ന ജാതിയിൽ പെട്ടു എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് അവനെ എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? അങ്ങനെ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്കാണ് ദുര്യോധനൻ ചിന്തിക്കുന്നത്. അപ്പൊ ദുര്യോധനൻ ചിന്തിച്ചത് ഇത് മതി. നമ്മള് കേട്ടിട്ടുണ്ടാവുക നമ്മുടെ കർണനെ യൂസ് ആക്കി ഈ പർപ്പസിന് അർജുന്റെ ഒപ്പം ടാലന്റ് ഉള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് യൂസ് ആക്കി അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾക്ക് അറിയുന്ന ഒരു നോളജ് ഉണ്ടാവില്ല. നമ്മൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാൻ സാധ്യതയുണ്ട്, ഒരുപാട് പേർക്ക് അറിയാൻ സാധ്യതയില്ല എന്നല്ല. പക്ഷെ എന്നാലും ഒരു മെജോറിറ്റി വന്നിട്ട് അങ്ങനെ ആയിരുന്നു നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അറിഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ പൊട്ടൻഷ്യൽ ഉണ്ട് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല ദുര്യോധനൻ വന്നിട്ട് കർണനെ ഒന്ന് സഹായിക്കുന്നത്. അപ്പോ ഇത്രയും കേപ്പബിലിറ്റിയും ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ കഴിവിനെയും ആളുടെ ടാലന്റിനെയും വന്നിട്ട് അംഗീകരിക്കാതെ അവന്റെ സൂത എന്നാണ് എന്തോ നമ്മുടെ കർണന്റെ കുലത്തിനെ പറയാം, ആ കുലത്തിൽപ്പെട്ട ആളായതുകൊണ്ട് നിനക്ക് മത്സരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ വെക്കുന്ന സമയത്ത് അപ്പോ ദുര്യോധനൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിനക്ക് ഞാൻ ഒരു രാജ്യം തരാം, നിന്നെ രാജാവും ആക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ട് ആക്കുകയാണ്. രാജാവും അതുപോലെ തന്നെ ഒരു രാജ്യം കൊടുത്തിട്ട് രാജാവാക്കി. അപ്പോ കർണൻ വാസ് ലൈക്ക് ഭയങ്കര ഇതായി പോയി, സ്നേഹത്തില് ഇതായി പോവാണ്, അലിഞ്ഞു പോവാണ്, അങ്ങനെ തന്നെ പറയാം. ഞാൻ ഒന്നുമില്ല, നമ്മുടെ കാര്യമൊക്കെ ആയിക്കോട്ടെ, നമുക്ക് ഒന്നുമില്ല, നമുക്ക് ഭയങ്കര മോശം സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒന്ന് രണ്ട് പേരുണ്ടാവില്ല. പക്ഷെ നമുക്കത് അവരെ എത്ര തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. അതുപോലെയാണ് കർണൻ ആ സമയത്ത് ദുര്യോധനൻ. അപ്പോ കർണൻ തീരുമാനിക്കുകയാണ് ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ ദുര്യോധനന്റെ ഫ്രണ്ട്ഷിപ്പ്, ഞാനും ദുര്യോധനനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ എന്തും ചെയ്യും ആ ഒരു മട്ടം. അപ്പൊ നമ്മൾ അവന് വേണ്ടി എന്തും ചെയ്യും, ഇതിനു വേണ്ടി എന്തും ചെയ്യും, അങ്ങനെയൊക്കെ പറയുന്ന ഒരു മെന്റാലിറ്റിക്ക് കാരണം മാറുകയാണ്. അപ്പോ അപ്പോ ദുര്യോധനന്റെ ഇന്റൻഷൻ വളരെ പ്യൂർ ആയിരുന്നു. ഇത്രയും ടാലന്റ് ഉള്ള ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാള് അവഹേളിക്കപ്പെടുക, അങ്ങനെ ആയി പോകുന്ന സമയത്ത് ഒരു നല്ല രീതിയിലുള്ള സങ്കടവുമായിട്ട് പിന്നെ ആ ബോണ്ടിങ് അങ്ങനെ വലുതായി പോകണം. അതിന്റെ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാവുകയാണ്.
അവർ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് ബെറ്ററായി വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഒരു അഭിപ്രായം ദുര്യോധനൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ അല്ല എന്നാണെന്നുണ്ടെങ്കിൽ തിരിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം എന്താണ് വെച്ചാൽ ആസ് പെർ മഹാഭാരതം തിരിച്ച് സംസാരിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് വളരെ ഗൗരവത്തോടെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദുര്യോധനൻ ആയിക്കോട്ടെ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പെട്ടെന്ന് ഇതിലും ഒരു എപ്പിക് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നു. ദുര്യോധനന്റെ വൈഫും അതുപോലെ തന്നെ കർണനും കൂടി ഇരുന്ന് പകിട കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കൊട്ടാരമാണല്ലോ. അപ്പൊ കൊട്ടാരത്തിൽ ഇരുന്ന് പകിട കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പകിട കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു സാരിയും അതുപോലെ തന്നെ മാലയും ഒന്ന് രണ്ടെണ്ണം പൊട്ടി പോവാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ സമയത്തോ അങ്ങനെ എന്തോ ചെയ്യുന്ന സമയത്താണ് അതായത്. അപ്പോൾ സാരി അഴിഞ്ഞു വീണു, സാരി തുമ്പ് ഇങ്ങനെ അഴിഞ്ഞു വീണു, അതുപോലെ തന്നെ ഈ മാലയും പൊട്ടിപ്പോവാണ്. അപ്പൊ പൊട്ടിപ്പോകുന്ന സമയത്ത് കർണൻ സഹായിക്കുന്നുണ്ട്. കർണന് മുത്തു പെറുക്കാനും അതുപോലെ തന്നെ സാരി പെട്ടെന്ന് എടുത്ത് അങ്ങനെ കൊടുത്തു. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വന്നിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് ദുര്യോധനൻ വരികയാണ്. അപ്പോ കോമൺ ആയിട്ട് നോക്കുന്ന സമയത്ത് നമ്മളെന്നല്ല ഒരു പെട്ടെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്റെ അങ്ങനെയല്ല, കർണൻ പോലും ഭയന്നു പോയി. അയ്യോ ഈ ഒരു സിറ്റുവേഷൻ എന്റെ സുഹൃത്ത് എന്നെ കുറിച്ച് എന്ത് ഒക്കെ അവരുടെ മെന്റാലിറ്റി, ഭാര്യ എന്നെ അങ്ങനെ അറിയും. പക്ഷെ ദുര്യോധനൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് അവിടെ റിയാക്ട് ആയത്. പുള്ളി വന്നിട്ട് നിങ്ങൾ ഇവിടെ പകിട കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഓക്കെ സോറി, ഞാൻ വന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ പോയി തന്നേക്കാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ പിന്നെയും ആ പകിട കളി കണ്ടിന്യൂ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് വരുന്നത്. സോ അതാണ് അവിടുത്തെ ബോണ്ടിങ്ങും ആ ഒരു ട്രസ്റ്റും. ദുര്യോധനന് 100-ൽ 101 എത്ര പെർസെന്റേജ് വേണമെങ്കിലും കർണനെ ട്രസ്റ്റ് ആണ്. അതേപോലെ തന്നെയാണ് കർണനും ദുര്യോധനൻ അത്രത്തോളം ട്രസ്റ്റ് ആണ്. സോ ഈ ഒരു ബോണ്ടാണ് എന്നെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെ 100% നിസ്സംശയം നമുക്ക് പറയാം. വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതിന് അപ്പാട് മഹാഭാരതത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഒരു ആകർഷകമായിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് റിലേറ്റീവ്സ് ആയിക്കോട്ടെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ബന്ധങ്ങളിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 10 കാര്യം അവർ ചെയ്തിട്ടുണ്ടാവും. അതിലൊരു 9 കാര്യം നമുക്ക് ബെനിഫിറ്റ്, നമ്മളെ മെന്റലി, നമ്മളെ ഫിനാൻഷ്യലി, നമ്മളെ ആസ് എ പേഴ്സൺ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അറ്റ് സം പോയിന്റ് അവർ ചെയ്ത ഒരു കാര്യം നമുക്ക് ഹേർട്ട് ആവുന്ന പോലെ നമുക്ക് ഫീൽ ആവുകയാണ്. അങ്ങനെ നമ്മൾ ഫീൽ ആവുന്ന സമയത്ത് നമ്മൾ അവർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ, ഐ മീൻ റോങ് ആയിട്ട് തന്നെ ആലോചിച്ചിട്ടാണ്. ആ 9 കാര്യങ്ങൾ അവിടെ നമ്മൾ മറന്നിട്ട് ആ ചെയ്ത ഒറ്റ കാര്യം, നെഗറ്റീവ് ആയിട്ടുള്ള ഒറ്റ കാര്യത്തിനെ മാത്രം പോർട്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ പിന്നെ നമ്മൾ ഇതാക്കുന്നത്, അവരുമായിട്ട് പഴകുന്നതും ആയിക്കോട്ടെ ആ ഒരു മനസ്സിൽ വെക്കുന്നത്. സോ ഇത് ഈ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് മനസ്സ് വിട്ടൊന്ന് സംസാരിച്ചാൽ തന്നെ തീരാവുന്നതേ. അപ്പോൾ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.